ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് രക്ഷകർത്താക്കൾ പോകുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ മേഖലയിലുള്ള കാര്യമല്ല. ഫിസിക്കലുണ്ട്, ഇമോഷണലുണ്ട്, സോഷ്യലുണ്ട്, പ്ലേ ഉണ്ട്, ADLs ഉണ്ട്, ലാംഗ്വേജ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിലാണ് ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതും ഒരൊറ്റ പ്രൊഫഷണൽ അല്ല. ഒരു ന്യൂറോ ടിപ്പിക്കൽ ചൈൽഡ് അല്ലെങ്കിൽ ഒരു നോർമലി ഡെവലപ്പിംഗ് ചൈൽഡും നമ്മുടെ കുഞ്ഞിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ഗോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കും എന്തൊക്കെ മേഖലകളിലാണ് നമ്മുടെ കുഞ്ഞിന് പ്രശ്നമുള്ളത്. അപ്പോൾ ആ ടീമിൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ടാവും, സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ടാവും, ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേറ്റർ ഉണ്ടാവും, അതുപോലെ ബിഹേവിയറൽ നീഡുള്ള കുട്ടിയാണെങ്കിൽ ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, ഫിസിക്കൽ നീഡുള്ള കുട്ടിയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഇവരാദ്യം കുട്ടിയെ കാണുകയും കുട്ടിയുടെ അസസ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. ഇതിനുശേഷം കൺസൾട്ടേഷൻ ശേഷമാണ് നമ്മൾ എൻറോൾമെൻറ്റിലേക്ക് പോകുന്നത്. അതായത് ഏതൊക്കെ തെറാപ്പി ഒരു സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ടാവും, ഒരു ചീഫ് കൺസൾട്ടൻ്റ് ഉണ്ടാവും. അവർ ഈ റിപ്പോർട്ട്സ് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് അവരെ ഗൈഡ് ചെയ്യും. ഈ ഗോൾ വെച്ചിട്ടാണ് ഓരോ മാസവും ഈ ഓരോ തെറാപ്പിസ്റ്റും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യും. അങ്ങനെ കുട്ടിയുടെ പ്രോഗ്രസ് ഓരോ മാസവും ഇവാലുവേറ്റ് ചെയ്യും. രക്ഷകർത്താവ് കൂടെ തന്നെ ഇരുന്ന് ഈ ഒരു പ്രോഗ്രസ് കാണുകയും തെറാപ്പി കാണുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഈ സ്കൂളിലേക്ക് എൻറോൾമെൻറ്റ് തുടങ്ങുന്ന സമയത്തേക്ക് തെറാപ്പി അവേഴ്സ് കുറയുകയും സ്കൂളിംഗ് അവേഴ്സ് കൂട്ടി ഗ്രാജുവലി തെറാപ്പി അവസാനിക്കുകയും ചെയ്യും.